കമ്മ്യൂണിസത്തിന് മതമില്ല, ദൈവവുമില്ല. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അധികാര കൈമാറ്റത്തിന്റെ വേളയിൽ കമ്മ്യൂണിസത്തിന് മതവും വേണം, ദൈവവും വേണം. തെറ്റിദ്ധരിക്കേണ്ട, പറയുന്നത് ഇവിടുത്തെ അല്ല, അങ്ങ് ചൈനയിലെ കാര്യമാണ്. കമ്മ്യൂണിസത്തിന് ലോകത്തിന് എല്ലായിടത്തും ഒരേ സ്വഭാവമാണല്ലോ. ടിബറ്റിലെ ദലൈലാമയുടെ കാര്യത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദൈവത്തെ വേണം, അതും അവർക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ. അടുത്ത ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യ ഇടപെടരുത് എന്ന് ചൈനയുടെ പുതിയ മുന്നറിയിപ്പിന് പിന്നിലെ അവരുടെ യഥാർത്ഥ ഭയം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത്. ദലൈലാമയുടെ പുനർജന്മം തികച്ചും ചൈനയുടെ ആഭ്യന്തര വിഷയമാണെന്നും ഇതിലെ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്നുമാണ് ബീജിംഗിന്റെ വാദം. ടിബറ്റൻ സ്വാതന്ത്ര്യവാദികൾക്ക് ഇന്ത്യ വേദി ഒരുക്കരുതെന്നും ചൈന ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം ഗാർഡൻ ഫോഡ്രാങ് ട്രസ്റ്റിനാണെന്നും ഇതിൽ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ലെന്നും 14-ാമത്തെ ദലൈലാമ വ്യക്തമാക്കിയിട്ടുണ്ട്. ദലൈലാമയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ഈ നിലപാടിനെ പരസ്യമായി പിന്തുണച്ചത് ചൈനയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇന്ത്യയിലെ ധർമ്മശാല കേന്ദ്രീകരിച്ചാണ് ടിബറ്റൻ പ്രവാസി സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇതിനെ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല എന്നാണ് ചൈനയുടെ വാദം. അടുത്ത ദലൈലാമ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് തവാങ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ടിബറ്റിനു മേലുള്ള ചൈനയുടെ അവകാശവാദങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണം കെടുത്തിക്കളയും. ഇതാണ് ചൈനയെ ശരിക്കും ഭയപ്പെടുന്നത്. മതവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ചൈനീസ് ദലൈലാമയെ വാഴിക്കാനാണ് ശ്രമിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഗോൾഡൻ അൺ എന്ന നറുക്കെടുപ്പ് രീതിയിലൂടെയാണ് പിൻഗാമിയെ കണ്ടെത്തേണ്ടത് എന്നാണ് അവരുടെ ന്യായം. അതായത് ദലൈലാമ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസാന അനുമതി ബീജിംഗിലെ കേന്ദ്ര സർക്കാരിൻ്റെതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ താൻ ഒരു സ്വതന്ത്ര രാജ്യത്തായിരിക്കും പുനർജനിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ദലൈലാമ പറയുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യ ആകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് ദലൈലാമയെ വിഘടനവാദിയായി കാണുന്ന ചൈന അദ്ദേഹത്തിന്റെ പുനർജന്മം തീരുമാനിക്കാൻ ഇറങ്ങുന്നത് തികഞ്ഞ ഒരു വിരോധാഭാസമാണ്. ചുരുക്കത്തിൽ സ്വന്തം നിഴലിനെ പോലും ഭയക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ വിരളി പിടിച്ച പ്രതികരണമാണ് ഈ മുന്നറിയിപ്പുകൾ. ലോകം മുഴുവൻ ആദരിക്കുന്ന ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കേണ്ടത് ബീജിംഗിലെ പോളിറ്റ് ബ്യൂറോ അല്ല, മറിച്ച് ടിബറ്റൻ ജനതയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് ചൈനയുടെ ഉറക്കം കെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം പാഴ് ഭീഷണികൾ. ന്യൂസ് ഡെസ്ക്